നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. അതായത് എൻ്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. ഫസ്റ്റ് വിസിറ്റ് അറൗണ്ട് ഒരു 8 months മുന്നെയാണ് ക്ലയന്റ് വന്നത്. ആൻഡ് ആളുടെ കൺസേൺ എന്ന് പറയുന്നത് ഒരു സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊരു വൈറ്റനിങ് ക്രീമാണ്, സ്റ്റിറോയിഡ് ക്രീമാണ്, വൈറ്റനിങ് ക്രീം. അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം മൈ വേ ബൈ കല്യാണിയിലെ കല്യാണി ചേച്ചി വീണ്ടും വയറിൽ കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സംഭവം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. കുറുന്തോട്ടിക്കും വാദെന്ന് പറഞ്ഞ മാതിരിയാണ് നമ്മുടെ കല്യാണി ചേച്ചിന്റെ അവസ്ഥ. വലിയ ബ്യൂട്ടി വ്ളോഗർ ഒക്കെയാണ്. പക്ഷെ എന്താ കാര്യം, ചേച്ചിയുടെ മുഖത്തെ സ്കിന്നിന് ചെറിയൊരു പണി കിട്ടി. എങ്ങനെ പണി കിട്ടാതിരിക്കും? ഡെയിലി ഓരോരോ ബ്രാൻഡിന്റെ ക്രീമുകളല്ലേ മുഖത്ത് വാരി തേക്കുന്നത്. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ബ്രാൻഡിന്റെ ക്രീമുകൾ പ്രൊമോട്ട് ചെയ്തു ഒരു തവണ ഏറിപ്പോയ ആളാണ് നമ്മുടെ കല്യാണി. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ്. എല്ലാവരും അത് ഓർക്കുന്നുണ്ടാകുമെന്ന് കരുതുന്നു. എന്തായാലും അങ്ങനെ ഏതൊരു സ്റ്റിറോയിഡ് സ്കിൻ വൈറ്റനിങ് ക്രീം മുഖത്ത് പരട്ടിയ ചേച്ചിക്ക് പണി കിട്ടി, സ്കിന്ന് ഡാമേജ് ആയി. അങ്ങനെ ചേച്ചി എന്ത് ചെയ്തു? തിരുവനന്തപുരത്ത് ഒരു പ്രമുഖ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കിൽ ട്രീറ്റ്മെന്റിന് പോയി. അതായത് സ്വന്തം കാര്യം വന്നപ്പോൾ ചേച്ചി വേഗം ഓടി ഡോക്ടറെ കാണിക്കാൻ പോയി എന്നർത്ഥം. സ്കിന്ന് ഡാമേജ് ആവാതിരിക്കാനും മറ്റുമൊക്കെയായി കാക്കത്തൊള്ളായിരം ടിപ്സ് പറഞ്ഞു തന്ന ആളാണ് നമ്മുടെ ചേച്ചി. പക്ഷെ സ്വന്തം സ്കിന്നിന് ഒരു പ്രശ്നം വന്നപ്പോൾ ടിപ്സ് ഒക്കെ ചേച്ചി മറന്നുപോയി എന്ന് തോന്നുന്നു. സ്കിൻ കെയറിൽ ഏറ്റവും ബെസ്റ്റ് ക്ലിനിക്ക് തന്നെ തേടി ചേച്ചി ഓടി. അല്ലെങ്കിൽ നാട്ടുകാർക്ക് ടിപ്സ് പറഞ്ഞു കൊടുത്ത് പറ്റിക്കാനല്ലേ ചേച്ചിക്ക് അറിയും. അത് സ്വന്തമായി പരീക്ഷിക്കാനുള്ള ധൈര്യം ചേച്ചിക്ക് ഇല്ലാതായി പോയി. ഈ ഹോട്ടൽ മുതലാളിമാരൊന്നും സ്വന്തം ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കില്ലെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ചേച്ചിന്റെ കാര്യം. എന്തായാലും അങ്ങനെ ചേച്ചി ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് പോയി. പിന്നീട് എന്താണ് ഉണ്ടായതെന്ന് ചേച്ചി ഒരു ചെറിയ വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കേട്ടോക്കാം. ഇന്ന് രാവിലെ അപ്പുക്കുട്ടന് സ്കൂൾ അവധിയാണ്, പക്ഷെ സീച്ചറിന് ജോലിക്ക് പോകണം. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കേട്ടോ. ഇപ്പൊ ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ രാവിലെ മുടിയൊക്കെ കെട്ടി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി അടുക്കളയിലോട്ട് കയറി കേട്ടോ. നമുക്ക് എളുപ്പ പണിക്കൊന്ന് പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചേ. അങ്ങനെ ഞാൻ പുട്ടെല്ലാം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ടു. ഒരുപാട് പേര് ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാനിതെല്ലാം കഴിഞ്ഞ ഒരു പരിധിയിൽ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ വിത്ത് എവിഡൻസ് ആയിട്ട് ഞാൻ വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എന്താ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. ആ സ്ഥാപനം ഏതാണെന്ന് ചേച്ചി വീഡിയോയിൽ പറയുന്നില്ലെങ്കിലും ഒരു കമന്റിന് റിപ്ലൈ ആയിട്ട് പറയുന്നുണ്ട്. ആ കമന്റ് പിൻ ചെയ്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് വായിച്ചുതരാം. Therefore I am ആണോ ചേച്ചി? എനിക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അത് റിപ്ലൈ തരണേ പ്ലീസ്. അന്നേരം ചേച്ചിന്റെ മറുപടി എന്താണ്? അതേ എന്നുള്ളത്. ഓക്കെ, അപ്പൊ Therefore I am എന്നാണ് ക്ലിനിക്കിന്റെ പേര്. ഇതിന്റെ തിരുവനന്തപുരത്തുള്ള ബ്രാഞ്ചിലാണ് കല്യാണ ചേച്ചി ട്രീറ്റ്മെന്റിന് പോയത്. ഇവർക്ക് കൊച്ചിയിലും മറ്റുമൊക്കെ ബ്രാഞ്ചസ് ഉണ്ടെന്ന് തോന്നുന്നു. മഞ്ജു വാര്യർ അടക്കമുള്ള സെലിബ്രിറ്റീസ് ഇവരുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് ഇതൊരു പ്രീമിയം ആണെന്ന് അർത്ഥം. എന്തായാലും കല്യാണ ചേച്ചിക്ക് വരല്ലോ, ബാക്കി കേട്ടോക്കാം. അതായത് എൻ്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മെയിൻ ഡോക്ടർ ഒരു ലേഡിയാണ്. അവർ 3 മാസം കൂടുമ്പോഴേക്കേ ആ ഒരു ക്ലിനിക്കിൽ വരുള്ളൂ. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ടങ്ങ് വിശ്വസിക്കും. നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ BDSും MBBSും പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഒരു കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെയും ഒക്കെ. അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഈ BDSും MBBSും ഒക്കെ പച്ചക്കറി മാർക്കറ്റിൽ പോയി കഴിഞ്ഞാണെങ്കിൽ കിലോ 10 രൂപയ്ക്ക് കിട്ടുന്ന സാധനം എന്നാണല്ലോ ചേച്ചിയുടെ പുച്ഛത്തോടെ സംസാരം കേട്ട തോന്നുക. ഈ BDS പഠിച്ചവർ ചിലപ്പോൾ അവിടെ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നവരായിരിക്കും. അവരെന്തായാലും സ്കിൻ ട്രീറ്റ്മെന്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേച്ചി പറഞ്ഞത് MBBS കഴിഞ്ഞ് 3 മാസത്തെ കോഴ്സ് എടുത്തവരാണെന്നൊക്കെയാണ്. അങ്ങനെ ഒരു കോഴ്സ് ഒക്കെ ഉണ്ടോ? ഏതെങ്കിലും ഡോക്ടർമാർ എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. ഈ MBBS കഴിഞ്ഞ് 2-3 വർഷം ഡെർമറ്റോളജിയിൽ PG എടുത്തവരല്ല സാധാരണ സ്കിൻ ട്രീറ്റ്മെന്റ് ചെയ്യാറുള്ളത്. എന്റെ അറിവ് എങ്ങനെയാണ് കേട്ടോ. എന്തായാലും 7-8 വർഷം പഠിച്ചു കഴിഞ്ഞ് സ്കിൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നവരെ ചേച്ചിക്ക് പുച്ഛം. കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ചേച്ചി ഇവിടെ യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ലാതെയാണ് ഇത്രയും കാലം ഓരോരോ ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്തിരുന്നത്. പലവിധം ബ്യൂട്ടി ടിപ്സ് പറഞ്ഞു കൊടുത്ത് നാട്ടുകാരെ പറ്റിച്ചിരുന്നത്. എന്തായാലും കൊള്ളാം, ബാക്കി കൂടി പറഞ്ഞാട്ടെ. ഞാൻ തിരക്കി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ബില്ല് ചോദിച്ചു കേട്ടോ. അപ്പൊ നമ്മുടെ ബില്ല് അവർ ഭയങ്കര കള്ളത്തരമായിട്ടാണ് തന്നത്. അതായത് നമ്മൾ കൊടുത്തതിന്റെ പകുതി പൈസയുടെ ബില്ല് മാത്രമേ അവർ തരുന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ അപ്പം നമ്മുടെ ഫയൽ ചോദിച്ചു, അത് തരില്ല, ബില്ല് തരില്ല. അങ്ങനെ നമ്മൾ പോലീസിൽ കേസ് കൊടുത്തു. അങ്ങനെ അവരവിടെ വന്ന് ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ടും എനിക്ക് ഇതുവരെ അവർ പ്രോപ്പർ ആയിട്ടുള്ള ബില്ല് എനിക്ക് തരുന്നില്ല. അപ്പൊ ബില്ല് അവിടെ നിൽക്കട്ടെ, എന്റെ ഫയലിന്റെ ട്രീറ്റ്മെന്റ് ഇതുവരെ എടുത്ത ട്രീറ്റ്മെന്റിന്റെ ആ ഒരു ഫയൽ തരാൻ പറഞ്ഞു. അത് കോപ്പി എടുത്തിട്ടായാലും അവർ നമുക്ക് തന്നാൽ മതി. പക്ഷെ അതും തരില്ല. അവരെങ്ങനെയൊക്കെ കാണിച്ചാലും അതൊന്നും അവർ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല കേട്ടോ. അതിന്റെ ഒരു ടെൻഷനും എനിക്കിങ്ങനെ ഒരാൾ ഇതുപോലെ ഇങ്ങനെ ചീറ്റ് ചെയ്യും എന്നുള്ളത് എൻ്റെ മനസ്സ് അംഗീകരിക്കാത്ത എൻ്റെ വിഷമവും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇത്രയും നാളും. പക്ഷെ ഇപ്പം നമ്മൾ ഹീലിംഗ് സെക്ഷനിലൊക്കെ എടുത്തു. അപ്പോൾ ഡോക്ടർ തന്നെ എന്നോട് ചോദിച്ചു എന്തിനാ ഇങ്ങനെ എല്ലാവരെയും വിശ്വസിക്കുന്നതെന്ന്. അങ്ങനെ ഞാനിപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാനൊരു വീഡിയോ മൊത്തത്തിൽ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പൊ പിന്നെ അത്രേ ഉള്ളൂ മക്കളെ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടാറ്റോ ബൈ, സീ യു. ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞു, ഇതുവരെ ഒരു വീഡിയോ വന്നിട്ടില്ല. പക്ഷേ ഈ ചേച്ചി ചികിത്സിക്കാൻ പോയ ക്ലിനിക്കിലെ സ്റ്റാഫ് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കല്യാണി ചേച്ചി അവിടെ ഇവിടെയും തുടരാതെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. ബില്ല് തന്നില്ല, ട്രീറ്റ്മെന്റിന്റെ ഫയൽ തന്നില്ല എന്നൊക്കെയാണ് ചേച്ചി പറഞ്ഞത്. എന്നാൽ ക്ലിനിക്കിലെ സ്റ്റാഫ് പറയുന്നത് ബില്ലും മറ്റു ഫയലുകളും ഒക്കെ കല്യാണി ചേച്ചിക്ക് മെയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല ചേച്ചിയുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നും ഈ സ്റ്റാഫ് പറയുന്നുണ്ട്. 8 മാസത്തോളം ഈ ക്ലിനിക്കിൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കല്യാണി ചേച്ചി. അങ്ങനെ ഒരു
ഒരിക്കൽ ഈ ക്ലിനിക്കിലെ ട്രീറ്റ്മെന്റിന് പോയപ്പോൾ ചേച്ചി ഇവരോട് കൊളാബ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതായത് ചേച്ചിക്ക് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് കിട്ടണം, പകരം ചേച്ചി ക്ലിനിക്കിനെ പൊക്കി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അങ്ങ് ചെയ്യും. അങ്ങനെ കൊളാബ് കിട്ടിയിരുന്നെങ്കിൽ ചേച്ചിക്ക് MBBSും BDSും ഒന്നും ഒരു പ്രശ്നമായില്ലായിരുന്നു കേട്ടോ. പക്ഷെ ക്ലിനിക്കിലെ ഡോക്ടർമാർക്ക് കൊളാബ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇതിലും വലിയ സെലിബ്രിറ്റികൾ അവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്, അവരെ കൊണ്ട് വരെ ഇതേവരെ ഒരു പരസ്യവും ചെയ്യിപ്പിച്ചിട്ടില്ല. പിന്നെയാണ് മൈ വേ ബൈ കല്യാണി. ഇതായിരുന്നു ക്ലിനിക്കിലെ മുതലാളിയുടെ ഒരു ലൈൻ. അങ്ങനെ കൊളാബ് കിട്ടാതെ ആയതോടെയാണ് കല്യാണി ചേച്ചി പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയതെന്നാണ് ക്ലിനിക്കിലെ സ്റ്റാഫ് പറയുന്നത്. ഭർത്താവിനൊക്കെ കൂട്ടിപ്പോയി ആകെ അലമ്പാക്കിയെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഒരു ഫോൺ സംഭാഷണത്തിനിടെയാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. നമുക്ക് ഏതായാലും ആ ഫോൺ റെക്കോർഡ് ഒന്ന് കേട്ടോക്കാം. ഫസ്റ്റ് വെച്ചിട്ട് അറൗണ്ട് ഒരു 8 months മുന്നെയാണ് ക്ലയന്റ് വന്നത്. ആൻഡ് ആളുടെ കൺസേൺ എന്ന് പറയുന്നത് ഒരു സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊരു വൈറ്റനിങ് ക്രീമാണ്, സ്റ്റിറോയിഡ് ക്രീമാണ്, വൈറ്റനിങ് ക്രീമാണ്. ആൻഡ് അത് യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടായിരുന്നു. യൂസ് ചെയ്ത് ആൾക്ക് ഫെയർ ആയി, കുറച്ച് സ്കിൻ ഒന്ന് വെളുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വെച്ചിട്ട് പിഗ്മെന്റേഷൻ വരാൻ തുടങ്ങി ആളുടെ സ്കിന്നിൽ. അപ്പൊ ആൾക്ക് മനസ്സിലായി അതിന്റെ എന്തോ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണെന്ന് ആൾക്ക് മനസ്സിലായിട്ടാണ് ആൾ ഞങ്ങളെ മീറ്റ് ചെയ്യുന്നത്. എന്താ ഇതിനൊക്കെ പറയാ, കണ്ണി കണ്ട ക്രീമൊക്കെ തേച്ച് അവസാനം മുഖം എരപ്പായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ തന്നെ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഉടായ്പാണ്. കല്യാണി മാത്രമല്ല, ഇതുപോലെ സകല ബ്യൂട്ടി പ്രോഡക്റ്റുകളും പ്രൊമോട്ട് ചെയ്യുന്ന ജാസ്മിൻ ജാഫറിനെതിരെയും ഗ്ലാമി ഗംഗയ്ക്കെതിരെയും ഒക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ കാര്യം, അവര് പിന്നെയും പ്രൊമോട്ട് ചെയ്യും. സാധാരണക്കാരായ ആളുകൾ ഇവരുടെ വാക്കും കേട്ട് ഇതെല്ലാം വാങ്ങി തേച്ച് സ്കിന്നും കേടുവരും, പൈസയും പോകും. ഇതിപ്പോ ഒരു വൈറ്റനിങ് ക്രീം തേച്ചിട്ടാണ് കല്യാണിക്ക് പണി കിട്ടിയതെന്ന് പറയുന്നു. വല്ല ആവശ്യം ഉണ്ടായിരുന്നു? വൈറ്റനിങ് ക്രീം ഒക്കെ ഉടായ്പാണെന്ന് ആർക്കാണ് അറിയാത്തത്? കിഡ്നി അടിച്ചു പോകാത്തത് ബാക്കി പറഞ്ഞാലും. ആൻഡ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിൻ ഡോക്ടറിനെ തന്നെയാണ് ആള് ഫസ്റ്റ് വിസിറ്റ് ചെയ്തും ഫുൾ കണ്ടതും ഡോക്ടറിനെ തന്നെയാണ്. ഈ സംസാരിക്കുന്ന ആളുടെ പേരെന്തായിരുന്നു? ഞാൻ ഓഫീസിലെ സ്റ്റാഫാണ്, ട്രിവാൻഡ്രം ഓഫീസിലെ സ്റ്റാഫാണ്. പറഞ്ഞോളൂ. ആൻഡ് വിസിറ്റിന് വന്നിട്ട് മാമിനെ കണ്ടു. അപ്പൊ മാം പറഞ്ഞു ആ യൂസ് ചെയ്തോണ്ടിരുന്ന സ്റ്റിറോയിഡ് ക്രീം ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് അത് നമ്മളങ്ങനെ കൈൻഡ് ഓഫ് സ്റ്റിറോയിഡ് ക്രീം കൊടുക്കാറില്ല. ആൻഡ് അതിന് വേണ്ടിയിട്ട് നമ്മള് ഇവിടെ IV സജസ്റ്റ് ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ആളുടെ. നമ്മൾ ഫുൾ ഹിസ്റ്ററി എടുത്തതിന് ശേഷമാണ് ചെയ്തത്. ആൻഡ് IVs എടുത്തു ഒരുപാട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെഷനിൽ ആള് വന്നപ്പോ ആള് കൊളാബ് റിക്വസ്റ്റ് ചെയ്തിരുന്നു. യെസ്, ആള് ഫീൽഡ് ആണല്ലോ. അങ്ങനെ പറയാം. രണ്ടാമത്തെ വരയിൽ തന്നെ ചേച്ചി കൊളാബ് റിക്വസ്റ്റ് ചെയ്തു. എന്നെ പോലെ ഇത്ര ഫേമസ് ആയ ബ്യൂട്ടി വ്ളോഗർ എന്തിനാണ് ഈ MBBSും ഡെർമറ്റോളജിയും ഒക്കെ കഴിഞ്ഞവർക്ക് അങ്ങോട്ട് പൈസ കൊടുക്കണം? ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ അങ്ങ് ചെയ്തു തരും, ഫ്രീ ആയിട്ട് ചികിത്സിപ്പിച്ചോണം. ഇതായിരുന്നു ചേച്ചിയുടെ മൈൻഡിൽ. എന്നാൽ മഞ്ജു വാര്യർ അടക്കം ക്ലൈന്റ് ആയിട്ടുള്ളവർക്ക് എന്ത് കല്യാണി. ചേച്ചി കൊളാബ് ചോദിച്ചപ്പോ കണ്ടമായി ഓടിക്കോളാൻ പറഞ്ഞു അവിടുത്തെ മെയിൻ ഡോക്ടർമാര്. അല്ല പിന്നെ ബഹിയോട്ടൊക്കെ എന്തായാലും. അപ്പോ നമുക്ക് ആക്ച്വലി എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ കൊച്ചിയിലെ പനമ്പള്ളി ക്ലിനിക്കിലെ മഞ്ജു വാര്യർ തൊട്ട് എല്ലാരും നമ്മുടെ ക്ലയൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് അവരെ വെച്ചിട്ട് നിങ്ങൾ നമ്മുടെ Instagram പേജ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഒരു സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് ഒരു പ്രൊമോഷനോ ഒരു ആഡോ ചെയ്തിട്ടില്ല. ഇവൻ പെയ്ഡ് ആയിട്ട് പോലും നമ്മൾ സെലിബ്രിറ്റീസിനെ വെച്ച് ചെയ്തിട്ടില്ല. ബിക്കോസ് നിങ്ങൾക്ക് CEOക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ല. ചെയ്യാനാണെങ്കിൽ എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ ക്ലയൻസ് ആണ് പനമ്പള്ളിയില്. We are not interested. Ma'am is not interested on that. Because നമുക്ക് അല്ലാതെയുള്ള ആക്ട് മതി എന്നാണ് ആളുടെ ഒരു കോൺസെപ്റ്റ്. അപ്പോ നമ്മൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടീമും അല്ല നമ്മുടെ കമ്പനി വന്നിട്ട് ഈ ഒരു സെലിബ്രിറ്റീസിനെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഈ കൊളാബ് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരല്ല. എത്ര വർഷമായി സ്ഥാപനം തുടങ്ങിയിട്ട് അറിയോ? 15 വർഷത്തിന് മേലെയായി. തൃശ്ശൂരും തെക്കിലും ഒക്കെ. ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷം ആവുന്നു. ഓക്കെ. അപ്പൊ ഇവര് എനിക്ക് തോന്നുന്നു നാട് കൊല്ലത്താന്ന് തോന്നുന്നു. അപ്പൊ കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രത്തേക്ക് എത്തിയത് ആരെങ്കിലും പറഞ്ഞിട്ട് അറിഞ്ഞതാണോ അതോ ഡയറക്റ്റ് വിളിച്ചു വന്നതാണോ? മാമിന്റെ ഭയങ്കര ഫാനായിരുന്നു ആള്. മാമിനെ ഭയങ്കരമായിട്ട് ഫോളോ ഒക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്ത് വന്നൊരു ക്ലയന്റ് ആണ്. ആഹാ, കൊള്ളാലോ. ഈ ക്ലിനിക്കിലെ ഡോക്ടറുടെ ഫാൻ ആയിരുന്നു കല്യാണി ചേച്ചി എന്നാണ് സ്റ്റാഫ് പറയുന്നത്. നേരത്തെ കല്യാണിയുടെ വീഡിയോയിൽ ഈ ഡോക്ടറെ കുറിച്ച് എന്താണ് പറഞ്ഞിരുന്നതെന്ന് ഓർമ്മയില്ല. 3 മാസത്തിൽ എങ്ങാണ്ട് വരുന്ന ഒരു ഡോക്ടർ ഉണ്ട് അവിടെ എന്നൊക്കെയാണ് കല്യാണി പുച്ഛത്തോട് സംസാരിച്ചിരുന്നത്. ഡോക്ടറോടുള്ള ആരാധനയൊക്കെ ഒറ്റയടിക്ക് വിരോധമായി മാറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ബാക്കി കേട്ടോക്കെ എന്തായാലും. അയാള് ഇവര് അല്ലാതെ നോർമൽ കൺസൾട്ടേഷൻ വരുമ്പോൾ പോലും കൺസൾട്ടേഷൻ ടൈമിൽ കരച്ചിലാണ്. ഇവരുടെ വ്യൂവേഴ്സ് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടു, എന്താ കറുത്തിരിക്കുന്നത്, എന്താ അവരുടെ ഈ ഒരു പ്രശ്നം വരാനുള്ള റീസൺ എന്താണ്? മീൻ ഇങ്ങനെ ഒരു ബില്ല് ചോദിച്ചു കൊടുത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ കൊടുത്തിട്ടുണ്ട്, കൊടുക്കാതിരിക്കുന്നതല്ല. ആൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് എനിക്ക് പ്രോപ്പർ റിസൾട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പേയ്മെന്റ് ചെയ്ത് വന്നിട്ട് കൊളാബ് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് എനിക്ക് അവരെ റിജക്ട് ചെയ്തു, അവരെ എനിക്കുള്ള റേറ്റ് കുറവാണ് എന്നൊന്നും ആൾക്ക് പബ്ലിക്കലി പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഒരു ക്ലയന്റിനോട് റേറ്റ് പറഞ്ഞ് കൺസൾട്ടേഷന്റെ എമൗണ്ട് പറഞ്ഞ ക്ലയന്റിന്റെ അപ്രൂവൽ എടുത്തതിന് ശേഷമാണ് ട്രീറ്റ്മെന്റ് റിപ്പോർട്ട് പോകുന്നത്. ആദ്യം പോസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നില്ല. പിന്നെ കൊളാബ് റിക്വസ്റ്റ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞങ്ങൾക്ക് അത് താല്പര്യമില്ല, നമ്മൾ അങ്ങനെ ആരും പ്രൊമോട്ട് ചെയ്യാറില്ല എന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞിട്ട് പിന്നെ അഗൈൻ ആള് 2-3 സെഷൻ വീണ്ടും വന്നു. പേയ്മെന്റ് ചെയ്ത് തന്നെ ആള് പ്രൊസീജിയർ ഒക്കെ ചെയ്തു. ആൻഡ് അത് കഴിഞ്ഞ് നെക്സ്റ്റ് സെഷൻ 3-4 സെഷൻ കഴിഞ്ഞിട്ട് വീണ്ടും വന്നപ്പോൾ റേറ്റ് ഭയങ്കരമായിട്ട് കൂടിയെന്ന് ആള് പറഞ്ഞു. ആൾ ഇതിന്റെ ഇടയിൽ വേറെ ഒരു ക്ലിനിക്ക് വിസിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ റേറ്റ് ആയിട്ട് മിസ് മാച്ച് ഉണ്ട്. നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓൾറെഡി ക്ലൈന്റിനോട് ട്രീറ്റ്മെന്റ് തുടങ്ങുന്ന എമൗണ്ട് പറഞ്ഞ് ക്ലൈന്റിന്റെ കൺസെന്റ് എടുത്തതിന് ശേഷമാണ് വി ആർ സ്റ്റാർട്ടിംഗ് ദ ട്രീറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ട്രീറ്റ്മെന്റിനെ കുറിച്ചുള്ള ചെലവുകളെ കുറിച്ചൊക്കെ ആദ്യമേ കല്യാണിക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ 1-2 സെഷൻ കഴിഞ്ഞപ്പോൾ അവിടുത്തെ റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞ് കല്യാണി ചേച്ചി പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി പോലും. സംഭവം എന്താ, കല്യാണി ചേച്ചി വേറെ ഏതൊരു ക്ലിനിക്കിൽ പോയി സെയിം ട്രീറ്റ്മെന്റിനെ കുറിച്ചുള്ള റേറ്റ് അന്വേഷിച്ചു. അവിടെ മറ്റേ ക്ലിനിക്കിനേക്കാളും റേറ്റ് കുറവാണ്. മിക്കവാറും അവർ കൊളാബിന് സമ്മതിച്ചു കാണും. അതോടെ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് അവസാനിപ്പിച്ച് അങ്ങോട്ട് പോകണമെന്ന മൈൻഡായി കാണണം കല്യാണി ചേച്ചിക്ക്. കാരണം കൊളാബ് കിട്ടും, പൈസക്കും ചെലവില്ല, ട്രീറ്റ്മെന്റും നടക്കും. അങ്ങനെ ആയിരിക്കണം ഈ ക്ലിനിക്കിൽ നിന്ന് ചെയ്ത ട്രീറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് കല്യാണി ചേച്ചി ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക. കാരണം ഇനി പുതിയ ക്ലിനിക്കിലേക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി പോകുമ്പോൾ പഴയ ട്രീറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം ആവശ്യമായി വരും. ആ ഡീറ്റെയിൽസ് നോക്കി അതിനനുസരിച്ചുള്ള തുടർന്നുള്ള ചികിത്സയായിരിക്കും അവർ ചെയ്യുക. എന്നാൽ ആവശ്യപ്പെട്ട ഡീറ്റെയിൽസ് അവർ തരാൻ തയ്യാറായില്ല എന്നാണ് കല്യാണി ചേച്ചി പറഞ്ഞത്. മേ ബി അത് ശരിയാവാൻ സാധ്യതയുണ്ട്. ആദ്യം അവർ ഡീറ്റെയിൽസ് കൊടുക്കാൻ മടി കാണിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുവിധ എല്ലാ ഹോസ്പിറ്റലുകാരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ചികിത്സ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ പിന്നെ പേഷ്യന്റ് വേറെ വല്ല ഹോസ്പിറ്റലിലേക്കും പോയാലോ, ആ പേഷ്യന്റിനെ നഷ്ടപ്പെട്ടാലോ എന്ന് പേടിച്ച് ഒരുവിധ ഹോസ്പിറ്റലുകളും ക്ലിനിക്കുകളും അങ്ങനെ ചെയ്യാറുണ്ട്. ഇവിടെ ചിലപ്പം ആദ്യം അങ്ങനെ സംഭവിച്ചു കാണണം. ട്രീറ്റ്മെന്റ് പൂർത്തിയാക്കാതെ ഡീറ്റെയിൽസ് ഒന്നും തരില്ല എന്ന് പറഞ്ഞു കാണണം. എന്നാൽ പിന്നീട് കല്യാണ ബഹളം ഉണ്ടാക്കിയപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കാണണം. എന്തായാലും ബാക്കി കേട്ടോക്കാം. എല്ലാ ബില്ലും ക്ലയന്റ് പോകുമ്പോൾ തന്നെ ഫിസിക്കലി നമ്മൾ കൊടുക്കാറുണ്ട്. അവരുടെ പ്രൊഡക്റ്റ് മേടിക്കണം, നമ്മുടെ ബാങ്കിനകത്ത് തന്നെ ഫിസിക്കലി നമ്മൾ കൊടുക്കാറുണ്ട്. ഇനിയിപ്പോ നമ്മൾ ലീഗലി മൂവ് ചെയ്തല്ലോ, നമ്മളും ലീഗലി നമ്മളാണ് ആക്ച്വലി ലീഗലി ഞങ്ങൾ ഇന്ന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ അവരെ വിളിപ്പിച്ചപ്പോഴാണ് അവര് കംപ്ലൈന്റ് കൊണ്ട് വന്നത്. അവരുടെ കംപ്ലൈന്റ് എന്തായിരുന്നു? അവരുടെ കംപ്ലൈന്റ് ഇപ്പം ബിൽ കൊടുത്തില്ല, അവരുടെ റെക്കോർഡ് കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുണ്ട് ആക്ച്വലി കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുക്കാതെ അവർ ഞാൻ ചോദിക്കട്ടെ, ഒരു 8 മാസം മുൻപുള്ള ഒരു ക്ലയന്റ് ഗവൺമെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ 8 മാസം കണ്ടിന്യൂസ് ആയി വരും. 8 മാസം എടുത്ത് നമ്മള് എന്താ നമ്മൾ ചീറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ സ്കാം ആണെന്ന് അവരെ റിയലൈസ് ചെയ്യാൻ 8 months 8 months പ്ലസ് വന്നിട്ടുണ്ട്. യെസ്. ഇവരുടെ തന്നെ ഇവർക്ക് വിളിക്കണം, അല്ലെങ്കിൽ ബോഡി ഫാറ്റ് കുറയണം, മെലിയണം, ഇതൊക്കെയാണ്. പിന്നെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വീക്കിലി മൂവ് ചെയ്തപ്പോൾ കോർട്ട് ത്രൂ ഒരു പേപ്പർ അയച്ചു. അപ്പൊ നമ്മുടെ അഡ്വക്കേറ്റ് തന്നെ ഹെഡ് ഓഫീസിൽ നിന്ന് എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കോർട്ട് ത്രൂ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള വേർഷൻ, ഇതാണ് ഇങ്ങനെയാണ് വരുന്നത്. എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കംപ്ലൈന്റ് ആക്ച്വലി ഞങ്ങൾ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ നെക്സ്റ്റ് ഡേ അവരെ വിളിപ്പിക്കുമല്ലോ, രണ്ടുപേരെയും കൂടെ. അല്ല, ഞാൻ നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കാനുള്ള റീസൺ ഉണ്ടായിരുന്നു. അവര് അങ്ങനെ അലിഗേഷൻ വന്നതിന് ശേഷമാണ് കംപ്ലൈന്റ് കൊടുത്തത്. ഭയങ്കര മെസ്സപ്പ് ഉണ്ടാക്കി, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഇവരുടെ ഹസ്ബൻഡ് ഒറ്റയ്ക്ക് വന്നത്, ഹസ്ബൻഡും കൂടെ വന്ന് ഇവിടെ മറ്റേ മെറ്റാ ഗ്ലാസ് വെച്ചിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് നമ്മുടെ ആ പ്രാവശ്യം ഷൂട്ട് ചെയ്യാണ്. എന്നിട്ട് പറയും ഞാനിപ്പോ ലൈവ് പോകും, ഞാനിപ്പോ ഇത് ഞങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാണ്. ഇതൊക്കെ ആ പെർമിഷൻ അവരിവിടെ ചെയ്യുന്നു. പിന്നെ ഫ്രണ്ടിലിരിക്കുന്നവരെ അതർ ക്ലയൻസിനോട് ചെന്നിട്ട് നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ട് അങ്ങനെയൊക്കെ ഡീറ്റെയിൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് ശ്രമിച്ചു. ഓക്കെ, അപ്പൊ കല്യാണി ക്ലിനിക്കിലേക്ക് ബഹളം ഉണ്ടാക്കാൻ പോയ സമയത്ത് മെറ്റാ ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഉപയോഗിച്ച് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വിഷ്വൽസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കല്യാണി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡീറ്റെയിൽഡ് ആയി വീഡിയോ ചെയ്യുമെന്ന് കല്യാണി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പറഞ്ഞ് ഒരാഴ്ചയായിട്ടും ഇതേവരെ ഒന്നും കണ്ടിട്ടില്ല. മേ ബി സംഭവം കേസ് ആയതല്ലേ, വിഷ്വൽസ് എല്ലാം പുറത്തുവിടാൻ പരിമിതികൾ ഉണ്ടാകും. എന്തായാലും താനാണ് ആദ്യം കേസ് കൊടുത്തതെന്നാണ് കല്യാണം അവരുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ക്ലിനിക്കിലെ സ്റ്റാഫ് പറയുന്നത് ക്ലിനിക്കിൽ വന്ന് ബഹളം ഉണ്ടാക്കിയത് കാരണം അവരാണ് ആദ്യം കേസ് കൊടുത്തതെന്നാണ്. ഇവര് കേസ് കൊടുത്തെന്ന് അറിഞ്ഞതിന് ശേഷമാണ് പോലും അതിനെതിരെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി കല്യാണി കേസ് കൊടുത്തത്. എന്താണ് കല്യാണി ചേച്ചി, ഫുൾ ഉടായ്പാണല്ലോ നിങ്ങൾ. നുണ പറയുമ്പോ സൂക്ഷിച്ച് പറയണ്ടേ ചേച്ചി. എന്തായാലും ബാക്കി കേട്ടോക്കാം. സ്റ്റാഫിനെയൊക്കെ ഹറാസ് ചെയ്യുന്ന പോലെ സ്റ്റാഫിന് എവിടെ ഇപ്പൊ വേണം. അപ്പൊ നമ്മൾ പറയുന്നത് ബില്ല് തരുന്നതിന് ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കാതെ പോകും. നമ്മൾ മെയിൽ ത്രൂ, ഇനി നമ്മൾ കയ്യിൽ കൊടുത്തിട്ട് അവർ കിട്ടിയില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളത് മെയിൽ ത്രൂ ഇന്ന് തന്നെ ഫുൾ ഡീറ്റെയിൽസ് തന്നെ തരാം എന്നിട്ട് അവരാണ് സംസാരിക്കുന്നത്. ഇവരെ കരച്ചിലും ഭയങ്കര ഇമോഷണൽ സാധനങ്ങൾ മാത്രമാണ് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സാറാണ് സംസാരിക്കുന്നത്. പിന്നെ നമ്മള് മെയിൽ ത്രൂ അയച്ചിട്ടുണ്ട്. ഇപ്പൊ ലീഗൽ പേപ്പർ വന്നപ്പോ അങ്ങനെ അയച്ചിട്ടുണ്ട്. ബാക്കി ഫുൾ ആയിട്ട് ലീഗലി പോകാനാണ് പ്ലാൻ. അതാണ് നമ്മൾ വേറെ വീഡിയോസ് ഒന്നും എക്സ്പ്ലോർ, നമുക്കിപ്പോ ഈ വീഡിയോയ്ക്ക് റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായി. അതിനകത്ത് അവര് പക്ഷേ ഈ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല, അവർ ലോങ് വീഡിയോ ചെയ്യുന്നുണ്ട്. ആരോടെ പറഞ്ഞ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കല്യാണം പിൻ ചെയ്ത് വെച്ച കമന്റ് നമ്മൾ നേരത്തെ കണ്ടല്ലോ അല്ലെ. പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ഒരു കമന്റ് ആയിട്ടാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. ഈ സ്ഥാപനത്തിന്റെ പേര് എല്ലാവരും അറിയണം, ആ സ്ഥാപനത്തിനെ ഡിഫൈം ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കണം കല്യാണം ആ കമന്റ് അവിടെ പിൻ ചെയ്ത് വെച്ചത്. എന്തായാലും ആ ഉദ്ദേശം നടന്നു. ഈ സംഭവം അത്യാവശ്യം ചർച്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ ക്ലിനിക്കിന്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും കേസ് നടക്കുന്നുണ്ടല്ലോ, ആരുടെ ഭാഗത്താണ് ശരിയും തെറ്റും എന്നുള്ളത് വഴിയെ തന്നെ അറിയാൻ കഴിയുമെന്ന് കരുതാം. എന്നാലും ഞാനതല്ല ആലോചിക്കുന്നത്, കല്യാണി ചേച്ചി നിങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. ഓരോ ക്രീമും കൊണ്ടുവരുമ്പോ എത്ര തവണ ഞാൻ തന്നെ പറഞ്ഞു തന്നിരിക്കുന്നു അത് തേക്കല്ലേ ഇത് തേക്കല്ലേ എന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്റെ പൊന്നു ചങ്ങായിമാരെ. കല്യാണി ചേച്ചി മാത്രമല്ല, കല്യാണി ചേച്ചി പോലെ ഒരു 100 ബ്യൂട്ടി വ്ളോഗേഴ്സ് ഇവിടെ ഉണ്ട്. ഓരോ ദിവസവും ഓരോ പ്രൊഡക്റ്റുമായിട്ട് ഇവർ വരും. വീണ് പോകരുത്, ഇവരുടെ വാക്കും കേട്ട് കുയിൽ ചെന്ന് ചാടരുത്. അവസാനം വെളുക്കാൻ തേച്ചത് പാണ്ടാവും. ഇവരുടെയൊക്കെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്, നിങ്ങളെ പറ്റിച്ചുണ്ടാക്കിയ പണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പണി പാളിയാൽ ആ പണം കൊണ്ട് അവർക്ക് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് തന്നെ എടുക്കാൻ കഴിയും. ഇപ്പൊ കല്യാണി ചേച്ചിക്ക് എടുത്ത പോലെ. പക്ഷെ നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാവില്ല, പണി കിട്ടിയാലേ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അത് മറക്കണ്ട. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിലേക്ക് പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.